പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ പൂർണ്ണ തോതിലുള്ള ഒരു സൈനിക സംഘട്ടനമായി മാറുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. നമുക്കറിയാം, ഒരു അവധിക്ക് ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതിൽ അഫ്ഗാനിസ്ഥാൻ നടുങ്ങിയിരുന്നു. ഒരുപാട് സിവിലിയൻസ് ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് കൃത്യമായി അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത്. കാണ്ഡഹാറിലടക്കം വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നിലുള്ള മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഏതെങ്കിലും രീതിയിൽ ഇറാൻ സഹായം എത്തുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ള ലക്ഷ്യം കൂടി പാകിസ്ഥാൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി കാണപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി താലിബാനും അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ സേനയും വൻ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ നിരവധി നഗരങ്ങളെ ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ വ്യാഴാഴ്ച രാത്രി വൈകിയും വെള്ളിയാഴ്ച പുലർച്ചെയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ നിരവധി പ്രവിശ്യകളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം ആരംഭിച്ചതായി അഫ്ഗാൻ താലിബാന്റെ അതിർത്തി സുരക്ഷാ സേനയുടെ വക്താവ് അബ്ദുള്ള ഉക്കാബ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളെ ആക്രമിച്ചതായി അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൽ അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. അതിൽ സെൻട്രൽ കമാൻഡ് ഓഫ് കൊഹാത്ത് ബ്രിഗേഡ് ക്യാമ്പ് എന്നിവ ഉൾപ്പെടുന്നു. നിലവിൽ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനാൽ അവിടുത്തെ സംവിധാനം അതീവ ജാഗ്രതയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. അതേസമയം ഓപ്പറേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പ്രതിരോധ സേന വ്യക്തമാക്കി. നമ്മുടെ മണ്ണിൽ നടക്കുന്ന ആക്രമണത്തിന് ഇനി സ്വന്തം മണ്ണിൽ തന്നെ മറുപടി നൽകുമെന്ന് താലിബാൻ വക്താവ് പറഞ്ഞു. അതിർത്തി പ്രദേശത്ത് കനത്ത വെടിവയ്പും സൈനിക പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സംഘർഷം അവസാനിച്ചില്ലെങ്കിൽ ഭയങ്കരമായ ഒരു യുദ്ധമുണ്ടാകുമെന്നുള്ള ഭയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ അസ്ഥിരതയുടെ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഈ ആക്രമണം. ഭീകര ക്യാമ്പുകൾക്കെതിരായ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ എന്ന് പാകിസ്ഥാൻ ഇതിനെ വിളിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി അഫ്ഗാനിസ്ഥാൻ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുകയാണ്. ഉടനടി വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സംഘർഷം ഒരു വലിയ പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് വിദഗ്ധർ നിലവിൽ വിശ്വസിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.